അവിടുത്തെ മേഡം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയായിരുന്നു, ഈ വൃത്തികെട്ടവളാണല്ലോ ഞാൻ എന്റെ മോന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. എന്തൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമായിരുന്നു അവളെ പറ്റി കുറെ മോശമായിട്ട്. ആ ചിൽഡ്രൻസ് ഹോമിൽ ഉണ്ടായിരുന്ന ഞാൻ പോസ്റ്റിൽ പറയുന്ന ലക്ഷ്മിയാണ്. ആ കുട്ടീനെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകണമെന്നാണ് ഞാൻ പരാതിയിൽ കൊടുത്തിരുന്നതും. അമ്പിളിയും ഈ ലക്ഷ്മിയും മരണപ്പെട്ട് ഞാൻ പോകുന്നതിൻ്റെ ഒരു മാസം കഴിഞ്ഞിട്ട്. അനാമികയുടെ വിഷ്ണുവിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ വെളിപ്പെടുത്തലുകളും വെളിയിൽ വന്നിട്ടുണ്ട്. ഷഫീന ബീവി എന്ന് പറയുന്ന ചാനലിനകത്താണ് ഓരോ വോയിസും പിന്നെ ഓരോ വീഡിയോസും ഒക്കെ പുറത്തു വിട്ടിരിക്കുന്നത്. അതായത് ഈ ഉദയഗിരിയെ പറ്റിയിട്ടും അനാമികയും വിഷ്ണുവിനെ പറ്റിയിട്ടും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടതും കേട്ടതും ഒന്നും അല്ല, ഇതിനൊക്കെ അപ്പുറമാണ് അവിടെ നടക്കുന്നതെന്ന തരത്തിലൊക്കെയാണ് ഇപ്പം പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് മനസ്സിലായത്. എന്തായാലും നിലവിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതായത് ആ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ആ വാർത്തയെ നമുക്ക് നോക്കാം. പത്തനംതിട്ടയിൽ അനാഥ മന്ദിരത്തിൽ പ്രായപൂർത്തിയാകും മുൻപ് അന്തേവാസി ഗർഭിണിയായെന്ന പരാതിയിൽ പ്രതികളെ ചേർക്കുന്നത് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം. ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിൽ ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് ആരെയും പ്രതി ചേർക്കാതെ പോലീസ് കേസെടുത്തത്. അന്തേവാസിയായ പെൺകുട്ടിയും നടത്തിപ്പുകാരുടെ മകനും തമ്മിൽ വിവാഹത്തിന് മുൻപേ ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതോടെ മറ്റ് അന്തേവാസികളുടെ സുരക്ഷയിൽ ശിശുക്ഷേമ സമിതിയുടെ പരിശോധന ഉണ്ടായേക്കാം. കഴിഞ്ഞ നവംബറിൽ പ്രായപൂർത്തിയായതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അടുപ്പമുള്ള യുവാവുമായി ബന്ധമുണ്ടായതെന്നാണ് പെൺകുട്ടിയുടെ ഉറച്ചമൊഴി. 13 ദിവസം കഴിഞ്ഞപ്പോൾ ഈ യുവാവുമായുള്ള വിവാഹം കഴിഞ്ഞു. 7 മാസം കഴിഞ്ഞ ഈ മാസം ആദ്യം പ്രസവിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് ചൈൽഡ് ലൈനിൽ പരാതി എത്തിയതും പരിശോധിച്ച് പോലീസിന് റിപ്പോർട്ട് നൽകിയതും. ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് അടൂർ പോലീസ് കേസെടുത്തത്. പെൺകുട്ടി പറയുന്നതിന് മുൻപേ, അതായത് പ്രായപൂർത്തിയാകും മുൻപ് ഗർഭിണിയായിരിക്കാമെന്നാണ് ഡോക്ടറുടെ മൊഴി. ശാസ്ത്രീയ പരിശോധനയിൽ പരാതി ശരിയെന്ന് തെളിഞ്ഞാൽ നടത്തിപ്പുകാരടക്കം പ്രതികളാകും. മനോരമ ന്യൂസ്, പത്തനംതിട്ട. ഓക്കെ, നടത്തിപ്പുകാരുൾപ്പെടെ പ്രതികളാകുമെന്ന്. ശരിക്കും ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പം കേസായി, ഇപ്പം ആ ഒരു പയ്യനെ ഇനി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ആ ഒരു കുട്ടിയുടെ ജീവിതം വീണ്ടും താറുമാറാവുമല്ലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരെ പറ്റിയിട്ട് ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് അതൊക്കെ കേൾക്കുന്നതൊക്കെ സത്യമാണെങ്കിൽ അവർ ശരിക്കും എന്താണ് അവരവിടെ കാട്ടിക്കൂട്ടുന്നത്? പ്രത്യേകിച്ച് അവിടുത്തെ അന്തേവാസികളൊക്കെ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നു എന്ന തരത്തിലൊക്കെയാണ് ആൾക്കാർ പറയണത്. എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്കൊക്കെ ഒരു സങ്കടം വരുന്നത്. കാര്യം കേരളം മുഴുവനും ആ ഒരു കുട്ടിയുടെ അവസ്ഥയും പ്രത്യേകിച്ച് അതിൻ്റെ രണ്ടാം അച്ഛൻ വന്ന് അവിടെ എനിക്ക് ഇവളെ വേണ്ട എന്ന തരത്തിലൊക്കെയായിരുന്നു അവിടെ ചെന്ന് എഴുതി കൊടുത്ത് ആ ഒരു പെൺകുട്ടി ഉപേക്ഷിച്ചത്. അപ്പം ഈ പറയുന്ന വിഷ്ണു എന്ന് പറയുന്ന ഈ പയ്യനും കൂടി ഇനി പോലീസ് കേസോ ഇനി അറസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. എന്തായാലും ഇന്ന് ഷഫീന ബീവി എന്ന് പറയുന്ന ചാനലിനകത്ത് പുറത്തു വന്ന വോയിസ് നമുക്കൊന്ന് കേൾക്കാം. അവള് ഞങ്ങളുടെ കൂടെ പഠിക്കുമായിരുന്നു, +2 ഞങ്ങളുടെ കൂടെ. അപ്പൊ ആ സമയം ആ ഒക്ടോബറിൽ അവളെ കെട്ടിച്ചു വിട്ടെ. അത് എങ്ങനെയാന്ന് വെച്ചാ അവളാണെങ്കിൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗ്രില്ല് കൂട്ടുവേ. ഞങ്ങൾക്ക് ഇങ്ങനെ 6 റൂമാ. അപ്പൊ എല്ലാരും അകത്തായി കാരണം 10 മണിയാകുമ്പോ ഗ്രില്ല് കൂട്ടുക അവിടത്തെ. ആ മെയിൻ ഗ്രില്ല്, ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന അവിടെ. ആ ഗ്രില്ല് കൂട്ടിയിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോകുന്നു. അപ്പോഴാണെങ്കിൽ ഈ ചേട്ടനാണെങ്കിൽ ഇവർക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു. അപ്പൊ അവൾ ഇന്നും അത് വെച്ച് ആ ഗ്രില്ല് തുറന്നിട്ട് അങ്ങനെ. അനാമികയെ പറ്റിയിട്ടാണ് ഇത് പറയണത്. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുക്കുമായിരുന്നെന്നും രാത്രിയിൽ റൂമിലോട്ട് പോകുമായിരുന്നും എന്ന തരത്തിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടൊക്കെ ഇനി പറയേണ്ടത് യാതൊരു പ്രയോജനവുമില്ല. രണ്ടുപേരും കല്യാണം കഴിച്ച് കുട്ടിയുമായി ഇനി ഇതിനെ പറ്റിയിട്ട് വെറുതെ ചകഞ്ഞ് നോക്കിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇവിടെ സംസാരിക്കേണ്ടത് വേറെ ആരെയും പറ്റിയിട്ടല്ല, ഉദയഗിരിജ എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ അമ്മയെ പറ്റിയിട്ടാണ്. ഓക്കെ, വെറുതെ ഇനിയിപ്പോൾ അനാമിക എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ ഇതിനകത്ത് വലിച്ചിട്ട് ആ ഒരു കുട്ടിക്കും കൂടെ ഒരു മോശപ്പേര് ഉണ്ടാക്കുന്നതിനകത്തോട്ട് എനിക്ക് ബേസിക്കലി യാതൊരു യോജിപ്പും ഇല്ല. സോ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ഓർഫനേജിനെ ചുറ്റിപ്പറ്റിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഈ പറയുന്ന വിഷ്ണുവിൻ്റെ അമ്മയെ ചുറ്റിപ്പറ്റിയിട്ട്, പ്രത്യേകിച്ച് അവിടെയാണല്ലോ അവിടുത്തെ നടപ്പ് കാര്യമെല്ലാം. അപ്പോൾ അവരെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ തെളിവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തു വിട്ട് സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, അതിൽ ബാക്കിയുടെ കേൾക്കാം. അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ പിടിച്ച് മേഡം ഒന്നാണ്ട് കണ്ട്. പക്ഷെ അവളെ കല്യാണം കഴിക്കാൻ നേരത്ത് അവിടുത്തെ മേഡം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയായിരുന്നു, ഈ വൃത്തികെട്ടവളാണല്ലോ ഞാൻ എന്റെ മോന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. എന്തൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമായിരുന്നു. അവളെ പറ്റി കുറെ മോശമായിട്ട് പറയായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല അവളെ കൊണ്ട്. കേട്ടല്ലോ, അതായത് അവിടുത്തെ മേഡം, അതായത് ഉദയഗിരിജ അവിടെ പറയുമായിരുന്നെന്ന്, ഈ വൃത്തികെട്ടവളെയാണല്ലോ എൻ്റെ മോന് ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്, എനിക്കിഷ്ടമല്ല അവളെ എന്നൊക്കെ പറയുമായിരുന്നത്. അവരുടെ വായിൽ നിന്ന് അവരങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യ സ്ത്രീയാണോ? അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് അപ്പോൾ അവരെന്തുവരുന്നു അഭിനയിക്കുമായിരുന്നോ?
ശരിക്കും ഇവർ ഈ പറയുന്നതിനകത്തൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക. കാര്യം ഇത് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റത്തില്ല. മനസ്സിലായോ? കാര്യം ഇപ്പോൾ ഒരു വീണ് കിട്ടിയ അവസരമായിട്ട് മുതലെടുത്ത് ഓരോ ആൾക്കാർ വന്ന് പറയുന്നതാണെങ്കിലോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇതിനകത്തുണ്ട്. നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ശരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധ തമ്മാടിത്തരമെന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് എത്തിച്ചു കൊടുക്കാൻ എന്താ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ കഞ്ചാവ് എടുത്ത് അതിലെ പ്രതി അവള്. അപ്പൊ എന്റെ മോനെ കൊണ്ട് അവളെ എത്തിച്ചു കൊടുക്കാൻ കൊടുക്കാൻ താല്പര്യമില്ല അങ്ങനെയൊക്കെ ഒത്തിരി പറയുന്നു. അങ്ങനെ ഒരിക്കലും അവിടുത്തെ കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇവളങ്ങനെയാണ്, ഇവള് പിച്ചക്കാരിയായ ഇവളുടെ അച്ഛന് ഇവളെ വേണ്ടെന്ന് പറഞ്ഞത്. അച്ഛനാണെങ്കിൽ എന്നിട്ട് മാഡത്തിന്റെ കയ്യിൽ നിന്ന് പൈസ ചോദിച്ചത് അത്രയ്ക്കും പിച്ചക്കാരനാ, അച്ഛനൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാ വന്നത്. അങ്ങനെ ഭയങ്കര മോശമായിട്ട് രീതിയിൽ ഇവളെ പറ്റി പറഞ്ഞു. അതായത് അവൾ വെറും പിച്ചക്കാരിയാണ്, അവൾ അച്ഛൻ ഇവിടെ വന്ന് അവളെ ഉപേക്ഷിച്ചതാണ് എന്ന തരത്തിലൊക്കെയാണ് അവർ പറഞ്ഞതെന്ന്. എന്തോന്നടേ ഇതൊക്കെ. അപ്പം ഈ പറയുന്ന കുറച്ച് നാൾക്ക് മുന്നേ ഒരു ചർച്ച ഉണ്ടായിരുന്നല്ലോ, അനാമിക പ്രസവിച്ചതിന് ശേഷം അനാമികയെ മൈൻഡ് ചെയ്യുന്നില്ല, ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ഈ പറയുന്ന ഉദയഗിരിച്ച പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ ചുറ്റിപ്പറ്റിയിട്ട്. അപ്പോൾ എല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇവർ പറയുന്നത് സത്യമായിട്ടേ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവള് പിള്ളേരെല്ലാരും കൂടെ കളിയാക്കിയായിരുന്നേ. അപ്പൊ ആ ദേഷ്യത്തില് അതൊക്കെ കഴിഞ്ഞ അവിടുത്തെ മേഡത്തിനോടുള്ള ദേഷ്യത്തിൽ അവളും ഉന്നേറ്റനും കൂടെ ഇറങ്ങിപ്പോയായിരുന്നു അവിടുന്ന്. എവിടെ പോയായിരുന്നു? ഇറങ്ങിപ്പോയി അവിടുന്ന്, പിണങ്ങി ഇറങ്ങിപ്പോയി. സ്വർണ്ണം അതൊക്കെ എടുത്തിട്ടാ പോയി. എന്നിട്ട് പിന്നെ അടൂർ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയൊക്കെ ആയി. പിന്നെ മാഡം അങ്ങനെ പ്രശ്നമൊക്കെ ഇതായിട്ട് കൊണ്ടുവന്നതാ തിരിച്ച്. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിക്കോ. അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ഈ ബന്ധമെന്ന് ചുരുക്കം അല്ലേ? ഇല്ലായിരുന്നു. അത് ഞങ്ങൾക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ അടുത്ത്. കുട്ടി പുറത്തെങ്ങനെ വന്നു? അത് അവിടുന്ന് ആന്റി അവിടെ സത്യം പറഞ്ഞാൽ അനാഥരാണെന്നല്ല ആന്റി, അവിടെ അമ്മമാരുള്ള പിള്ളേരും ഉണ്ട്. വെക്കേഷൻ ഞങ്ങൾ വീട്ടിൽ പോകും. അങ്ങനെ ആകെ ചുരുക്കം പേര് മാത്രമേ, അവർ അനാഥരൊന്നും അല്ല. പിന്നെ ഞങ്ങളൊക്കെ വീട്ടിൽ പോകുന്ന പിള്ളേരുണ്ട്. വെക്കേഷൻ സമയത്തൊക്കെ വന്ന് അമ്മമാര് വന്നിട്ടുണ്ടാവും, കാണാൻ വരാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് +2 കഴിഞ്ഞിട്ട് ഞാൻ റിലീസ് ആയത്. എന്റെ മോനെ ഞങ്ങൾ റിലീസ് ആക്കിക്കൊണ്ട് അങ്ങനെ വന്നു. ഒരു വെളിയിൽ ഇങ്ങനെ പറയാം ആരും ഇല്ലാത്ത. അപ്പൊ എല്ലാവരും ഇത് കിട്ടാൻ വേണ്ടി അങ്ങനെ പറയും. ഗസ്റ്റ് വരുമ്പോഴും പറയാം അനാഥരാണ് അങ്ങനെ. പക്ഷെ അനാഥരല്ല, അമ്മമാരെ. അതായത് ആ ഓർഫനേജിൽ പേരൻസ് ഉള്ള പിള്ളേരും ഉണ്ട്, മനസ്സിലായില്ലേ? എന്നിട്ട് ഇവരാരും വന്നു കഴിഞ്ഞാലും അനാഥരാണ് എന്ന തരത്തിലാണ് ഇവരെല്ലാവരുടെ അടുത്തും പറയുന്നതെന്ന്. ഓക്കെ, അപ്പം ഇതൊക്കെ സത്യമാണെങ്കിൽ ഇവർക്കൊക്കെ ഇത് അഗെയിൻസ്റ്റ് കേസ് എടുക്കുക. കാര്യം പ്രത്യേകിച്ച് അവിടെ ഉള്ള അന്തേവാസികളുടെ മൊഴി എടുക്കുക. അതാണ് ഇതിനകത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ കേൾപ്പിച്ചു തരാം. ഈ സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ആ ഒരു ലേഡി, അതായത് അവിടുത്തെ മുൻ വാർഡൻ, ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പുള്ളിക്കാരത്തി ഇന്നൊരു കാര്യം എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവിടുത്തെ അന്തേവാസി ആയിട്ടുള്ള ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചുപോയി. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് അവരൊരു വോയിസ് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പത്തനംതിട്ടയല്ലേ ഇത്? ലക്ഷ്മിയുടെ ആരെങ്കിലും ആണോ? ലക്ഷ്മിയോ? ലക്ഷ്മിയുടെ അച്ഛനാ. ലക്ഷ്മി ഉണ്ടോ അവിടെ? ലക്ഷ്മി മരിച്ചുപോയി 3 വർഷമായി. എങ്ങനെ എങ്ങനെ ലക്ഷ്മി മരിച്ച അറിയില്ലേ? ഇല്ല. അടൂരാണ്, അടൂര്. അവിടുന്ന് അവിടെ വിട്ടതാ. ഞങ്ങൾ കോട്ടയത്തായിരുന്നു മെഡിക്കൽ കോളേജിൽ. അവിടുന്ന് പിന്നെ അസുഖം പോയപ്പം ജീവമാതാക്കാർ കൊണ്ടുപോയി. ജീവമാതയിൽ കൊണ്ടുവന്നിട്ട് അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അവർ കുഞ്ഞിനെ നോക്കിയൊന്നുമില്ല. അവിടെ കണ്ട വീഡിയോ പിന്നെ അസുഖമായിട്ട് ഞാനപ്പം വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ നിന്ന് വന്നിട്ട് അവിടുന്ന് റാന്നി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 10 ദിവസം ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു. 10 ദിവസം അവിടെ കിടന്നു. പിന്നെ വീട്ടിൽ വന്നു, മരിച്ചു 10 ദിവസം കഴിഞ്ഞു. ഈ ഓണമാകുമ്പോൾ 3 വർഷമാവും. ഞാൻ ആ കുട്ടിക്കും കൂടി വേണ്ടിയാണ് ഈ കേസ് കൊടുത്തത്. എന്നിട്ട് ഈ വോയിസ് നിങ്ങൾ കേട്ടില്ലേ? അതായത് ലക്ഷ്മി എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന അന്തേവാസിയുടെ അച്ഛനാണ് ആ സംസാരിച്ചത്. ഈ പറയുന്ന ലക്ഷ്മിക്ക് വേണ്ടത്ര രീതിയിലുള്ള കെയറും കാര്യങ്ങളും ഒന്നും അവിടുന്ന് കൊടുത്തിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാനിവിടെ ഒരു പോസ്റ്റർ ഇവിടെ സൈറ്റിൽ ഇവിടെ ഷെയർ ചെയ്യാം. ജീവമാതാ കാരുണ്യ ഭവനിൽ ലക്ഷ്മിക്ക് എന്ത് പറ്റി, ലക്ഷ്മിയുടെ മരണം അന്വേഷിക്കണം. ഈ ഒരു പോസ്റ്റർ അവരായിരുന്നു എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. അതിൻ്റെ കൂടെ അവർ 2 വോയിസ് വിട്ടിട്ടുണ്ട്. ഞാനിത് എന്താണത് പ്രശ്നമെന്ന് ചോദിച്ചപ്പം അവർ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതും കൂടി ഞാൻ കേൾപ്പിക്കാം. ആ ചിൽഡ്രൻസ് ഹോമിലുണ്ടായിരുന്ന ഞാൻ പോസ്റ്റിൽ പറയുന്ന ലക്ഷ്മിയാണ്. ആ കുട്ടീനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകണമെന്നാണ് ഞാൻ പരാതിയിൽ കൊടുത്തിരുന്നതും. അമ്പിളിയും ഈ ലക്ഷ്മി മരണപ്പെട്ട് ഞാൻ പോകുന്നതിൻ്റെ 1 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ശരീരത്തിൽ ജലാംശവും നഷ്ടപ്പെട്ട് അതിന് നന്നായിട്ട് ആഹാരം കിട്ടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്ന് ഇതോടുകൂടിയെങ്കിലും മനസ്സിലാകുമല്ലേ. മരണപ്പെട്ടു ആ കുട്ടി. ലക്ഷ്മിയുടെ അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞതാണത്. ഇതൊക്കെ ഞാനെടുത്ത വീഡിയോയും ഫോട്ടോയൊക്കെ കുട്ടിയുടെ. അപ്പം ഇതായിരുന്നു സംഭവം.
ഇതുപോലെയുള്ള ആരോപണങ്ങളാണ്. ഇന്നലെ 2-3 വീഡിയോസൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ അന്തേവാസികളുടെ. അതായത് അവർക്ക് അവിടെ താമസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ള തരത്തിൽ. ശരിക്കും ഇവരുടെ പേരിൽ കേസ് എടുക്കുക, ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു അന്വേഷണം വരിക തന്നെ വേണം. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ അനാമികയുടെ കേസ് നമുക്ക് വിടാം. കാര്യം എന്ന് പറഞ്ഞാൽ അനാമികയെ ആ ഒരു പയ്യൻ കല്യാണം കഴിച്ച് ഒരു കൊച്ചുമായി. ഇനി നാളെ ഒരു സാഹചര്യത്തിൽ ഈ വിഷ്ണു എന്ന് പറയുന്നവൻ ആ ഒരു പെൺകുട്ടിയെ നോക്കാത്തൊരു സിറ്റുവേഷൻ വല്ലതും വരുവാണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലാതെ കല്യാണം കഴിഞ്ഞ് പോയവരെ പറ്റിയിട്ട് പിന്നെ സംസാരിച്ചിട്ട് എന്ത് പ്രയോജനമാണ്? ഇപ്പോൾ ഇവിടെ ഓർഫനേജിൻ്റെ സുരക്ഷയെ പറ്റിയിട്ടും ഈ ഓർഫനേജിലുള്ള അന്തേവാസികളെ പറ്റിയിട്ടുമാണ് ഇവിടെ പ്രധാനമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം. അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ആ ഒരു പെൺകുട്ടിയും കൂടെ ഡ്രാഗ് ചെയ്തിട്ട് അവർക്കും കൂടി മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.